കോമ്പൗണ്ട്സ് നമ്മുടെ എലക്റ്റീവിൻ്റെ പേപ്പർ നമുക്ക് തുടങ്ങണം. മറ്റേ പേപ്പറിൽ നമ്മൾ തെർമൽ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ചാപ്റ്ററുകൾ തെർമൽ ആൻഡ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തെർമൽ ആൻഡ് റേഡിയോ കെമിക്കൽ മെത്തേഡ്സ് ആണ്. റേഡിയോ കെമിക്കൽ മെത്തേഡ്സ് 1-2 മെത്തേഡുകളുണ്ട്. ആക്ടിവേഷൻ അനാലിസിസ് ഒക്കെ അത് നിങ്ങൾക്ക് സെമിനാർ തന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ഉണ്ടാക്കി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും പറയണം. ഓക്കെ, ഈ പേപ്പർ നമ്മുടെ എലക്റ്റീവ് പേപ്പർ നമുക്ക് ഒരു വലിയ ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3rd സെമസ്റ്റർ പഠിച്ച ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ നല്ലൊരു ഭാഗം തന്നെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് കുറേ ഭാഗങ്ങൾ എനിക്ക് സൗകര്യമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമാണ്, എനിക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം പഴയ ക്ലാസ് തന്നെ കണ്ടാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാര്യത്തിൽ നിന്ന് കിട്ടും. പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മാത്രമേ ചില യൂണിറ്റുകളൊക്കെ ഓൾമോസ്റ്റ് പഠിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു യൂണിറ്റാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ആ പേപ്പറിൽ ഒന്നാമത്തെ യൂണിറ്റ് ഞാൻ വായിക്കാം. യൂണിറ്റ് 1 ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ക്ലാസിഫിക്കേഷൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സും അതിന്റെ നോമൻക്ലേച്ചറും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ 16 and 18 ഇലക്ട്രോൺ റൂൾസ്. മറ്റേ 3rd സെമിന് പഠിച്ചപ്പോൾ ദ 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറഞ്ഞിട്ട് കുറെ പഠിച്ച അവസാനം 16 ഇലക്ട്രോൺ റൂൾ അവസാനം പറയായിരുന്നു. ഇപ്പോൾ 16 and 18 ഇലക്ട്രോൺ റൂൾസ് രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്. ഇലക്ട്രോൺ കൗണ്ടിങ് മെത്തേഡ്സ്, കോവാലന്റ് ആൻഡ് അയോണിക് മോഡൽസ്. ഇലക്ട്രോൺ കൗണ്ടിങ് മെത്തേഡ്സ് നമ്മൾ വിശാലമായിട്ട് ഒരുപാട് എക്സാമ്പിൾ ചേർത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ കൗണ്ടിങ് മെത്തേഡ്സിന് ഓർഗാനോ മെത്തേഡ് വെരി ഇമ്പോർട്ടൻറ്റ്. 18 ഇലക്ട്രോൺസും 16 ഇലക്ട്രോൺസിലൊക്കെ കൗണ്ട് എങ്ങനെ എടുക്കുന്നത്, കൗണ്ട് എടുത്താലാണോ 18 ആണോ 16 ആണോ എന്ന് മനസ്സിലാകുന്നത്, അതെങ്ങനെ എടുക്കുന്നത്. നമ്മൾ അന്നേരം പഠിച്ചത് ആ 2 മെത്തേഡുകളുടെ പേര്, ഒന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് എന്നും മറ്റേത് ന്യൂട്രൽ ആറ്റം മെത്തേഡ് എന്നുമായിരുന്നു. ന്യൂട്രൽ ആറ്റം മെത്തേഡിന് വേറൊരു പേരാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കോവാലന്റ് മെത്തേഡ്, കോവാലന്റ് മോഡൽ. അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡിന്റെ പുതിയ പേരാണ് അയോണിക്കും. പുതിയ പേരല്ല, ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന അയോണിക് മോഡൽ. എന്നാൽ രണ്ടും ഒന്ന് തന്നെയാണ്. സിലബസ് ഇട്ടപ്പോൾ ആ വാക്ക് ഇവിടെ വേറൊരു വാക്ക് കൊടുത്തു തന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ കോവാലന്റ് ആൻഡ് അയോണിക് മോഡൽ എന്ന് പറയുന്നതും ന്യൂട്രൽ ആറ്റം മെത്തേഡ് ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് എന്ന 2 സംഗതി ഒന്ന് തന്നെയാണ്. കുറച്ച് എക്സാമ്പിൾ കൂടെ കാണാം. പിന്നെ മെയിൻ ഗ്രൂപ്പ് ഓർഗാനോ മെറ്റാലിക്സ്, ആൽക്കൈൽസ് ആൻഡ് അറൈൽ കോമ്പൗണ്ട്സ് ഓഫ് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 1, 2, 12, 13, 14 and 15. മറ്റേ 16 കൂടി ഉണ്ടായിരുന്നു, കുറവാണ്. സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ സിന്തസിസ്, സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഓഫ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ ഗ്രൂപ്പ് 12, 13, 14 and 15. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് നോക്കാം. ട്രാൻസിഷൻ മെറ്റൽ ടു കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്, കാർബീൻസ് ആൻഡ് കാർബൈൻസ്. അപ്പോൾ നമ്മൾ വിശാലമായിട്ട് നോട്ട് തന്നിട്ടുണ്ട് എൻ്റെ വിശ്വാസം. കാർബീൻസ് ആൻഡ് കാർബൈൻസിനെ പറ്റി, വിഷർ കാർബീൻസ്, ഷ്രോക്ക് കാർബീൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ നോട്ട് തന്നിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് വിത്ത് ചെയിൻ പൈ ലിഗൻഡ്സ്, സിന്തസിസ്, സ്ട്രക്ചർ, ബോണ്ടിങ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് കോംപ്ലക്സസ് ഓഫ് എത്തിലീൻ, അല്ലൈൻ, ബ്യൂട്ടാഡൈൻ ആൻഡ് അസെറ്റിലീൻ. ഇത്രയും കഴിഞ്ഞാൽ ആ യൂണിറ്റ് കഴിഞ്ഞു. ശരിക്കും ചെറിയ യൂണിറ്റ് ആണത്. അതിൽ ബഹുഭൂരിപക്ഷം ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളാണ്. നേരത്തെ ക്ലാസ് കാണുകയും നേരത്തെ നോട്ട് നോക്കുകയും ചെയ്താൽ അതിൽ മിക്കവാറും എല്ലാ ഭാഗങ്ങളും നമുക്ക് കിട്ടും. അതിൽ കുറഞ്ഞ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും സിന്തസിസ്, സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് എലമെന്റ്സ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഓഫ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 1, 2, 12, 13, 14 and 15. ഞാൻ നോട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മിക്കവാറും 2-3 ദിവസം കൊണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ഭാഗം. ഒന്നാമത്തെ വാക്ക് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. ഒറ്റ വാക്ക് വെറുതെ പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ക്ലാസിഫിക്കേഷൻ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമ്മുടെ അയോണിക് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്, മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട്സ്, മെറ്റൽ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സ്, നോൺ കൺവെൻഷനലി ബോണ്ടഡ് കോമ്പൗണ്ട്സ്, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് അല്ലേ. പിന്നെന്താണ് ഇലൈഡ്സ്. ഇതൊക്കെ നമ്മൾ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടി കാണേണ്ടി വരും നിങ്ങൾ, അത്രയേ ഉള്ളൂ. പിന്നീട് 16 and 18 ഇലക്ട്രോൺ റൂൾസ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മെറ്റലിലെ 80 ഇലക്ട്രോൺസ് വരുന്നതാണ്. 80 ഇലക്ട്രോൺ റൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ നേരത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മുമ്പേ പഠിച്ച ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂളിന്റെ വേറൊരു വശം തന്നെയാണ് എന്ത് 80 ഇലക്ട്രോൺ റൂൾ എന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ഓൾമോസ്റ്റ് ഓൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആർ ഫൗണ്ട് ടു ഒബേ ദിസ് 80 ഇലക്ട്രോൺ റൂൾ. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂൾ തന്നെയാണ്. അതായത് ഇഫക്റ്റീവ് അറ്റോമിക് റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, the element or metal will try to attain the total number of electrons, so effective atomic number that is equal to the numerically equal to the atomic number of the
നോബിൾ ഗ്യാസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സെയിം പീരീഡ്. ആ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ ആ അറ്റോമിക് നമ്പർ തുല്യം ആ നമ്പർ തുല്യമായ എത്രയും ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അക്വയർ ചെയ്യാനാണ് മെറ്റല് ശ്രമിക്കുന്നത്. അങ്ങനെ മിക്കവാറും കേസിൽ അത് വിജയിക്കും, അപൂർവം കേസിൽ അത് പരാജയപ്പെടും. ഞാനിപ്പോൾ പറഞ്ഞത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ അത് മിക്കവാറും കേസിലൊക്കെ വിജയിക്കുന്ന ചരിത്രമാണ് കാണുന്നത്. അപൂർവം ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എസ്പെഷ്യലി മെറ്റൽ കാർബണൈഡ്സ് നമുക്ക് നേരത്തെ പറഞ്ഞതൊക്കെ ഓക്കെ പൂർണ്ണമായിട്ടും ഈ ലോന അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ്. Quantum compounds case ഒരുപാട് exception ഉണ്ട്. Large number of exceptions are there in the effective atomic number rule, but in the case of organometallic compounds exceptions are rare and it is usually called a 80 electron rule. 80 electron rule മറ്റേ തമ്മിൽ വ്യത്യാസം നമുക്കറിയാം. ഒന്ന് S2P6D10 എന്നാണ് അവസാനം എന്താണ് effective atomic number. നോബിൾ ഗ്യാസിന്റെ നോബിൾ ഗ്യാസിന്റെ ഔട്ടർമോസ്റ്റ് കോൺഫിഗറേഷൻ എന്നാൽ S2P6D10 2 6 8 10 18 ആ 18 മാത്രം എടുത്ത് ഉള്ളിൽ ഷെല്ലിൽ കാണാതിരുന്നാൽ എന്തായി അത് 80 ഇലക്ട്രോൺ റൂളായി. മറ്റേത് ഓവറോൾ 36 ആയിരിക്കും, ഇത് 18 ആയിരിക്കും. നമ്മൾ 3D സീരീസിൽ വരുന്ന സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള മെറ്റൽസിന്റെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 18 ആയിരിക്കും മിക്കവാറും. ഇഫ് ഇറ്റ് ഒബേ ദ EAN റൂൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ മൊത്തം ഇലക്ട്രോൺസിന്റെ എണ്ണം മൊത്തം ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിരിക്കും 36 ആയിരിക്കും. ദാറ്റ് ഈസ് ക്രിപ്റ്റോൺ. ക്രിപ്റ്റോൺ അറ്റോമിക് നമ്പർ അതായത് 3D സീരീസിന് നേരെ വരുന്ന ആ പീരിയഡിൽ വരുന്ന ലാസ്റ്റ് നോബിൾ ഗ്യാസ് എന്ന ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോൺ അറ്റോമിക് നമ്പർ 36 ആണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് 36, ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 36 ആയിരിക്കുക. അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് രണ്ടും ഒന്നിനാണ് 18 S2P6D10 ആണ്. മനസ്സിലായില്ലേ? അടുത്ത അടുത്താണെങ്കിലോ 3Dക്ക് വരും 4D സീരീസിലെങ്കിലോ 54 വരുന്ന സിനോൺ 54 ആണ് അറ്റോമിക് നമ്പർ. അപ്പോഴേ ടോട്ടൽ ഇലക്ട്രോണിന്റെ അതായത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എത്രയാവുക 54 ആവുക. അല്ലെങ്കിൽ അവിടെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എണ്ണം 18 തന്നെയാണ്. കാരണം അവിടെ S2P6D10 ആണ്. അതിന്റെ താഴേക്ക് വന്നാലോ 5D കഴിഞ്ഞ് 3D 40 5D സീരീസിൽ വന്നാലോ 5D സീരീസിൽ വന്നാലേ നമ്മുടെ പ്ലാറ്റിനം ഒക്കെ വരുന്ന ഗ്രൂപ്പ് അതിൽ ആ ഗ്രൂപ്പ് ആ പീരീഡിന്റെ അങ്ങേ അറ്റത്ത് വരുന്നത് റാഡോൺ ആണ്. അത് 86 ആണ്. അപ്പൊ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ 86 ആയി വരുക. അല്ലെങ്കിലോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വരും. രണ്ടു സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ കേസ് പറയുമ്പോൾ സാധാരണഗതി പറയുന്നത് 80 ഇലക്ട്രോണുകളാണ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഈക്വൽ ടു 80. അത് എന്തുകൊണ്ട് വരുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കാണാം ഇങ്ങടി കുഴപ്പമില്ല. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞ് എന്താണ് ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ കൗണ്ട് എങ്ങനെ എടുക്കും. ടോട്ടൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ കൗണ്ട് എടുക്കുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ന്യൂട്രൽ ആറ്റം മെത്തേഡും മറ്റേത് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ സിലബസിൽ അതിന്റെ പേര് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മാറ്റിയെന്നല്ല, അതേ പേര് തന്നെയാണ്. ഇപ്പൊ മാറ്റിയൊന്നല്ല, കാലകാലത്ത് ആ പേര് ഉപയോഗിക്കുന്നത്. ഒന്ന് കോവാലന്റ് ആൻഡ് അയോണിക് മോഡൽ എന്ന് പറയും. കോവാലന്റ് ആൻഡ് അയോണിക് മോഡൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ന്യൂട്രൽ ആറ്റം മെത്തേഡ്. ഇതിനുള്ള ഇത് ഈ പറഞ്ഞ 80 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കുന്ന 80 ഇലക്ട്രോൺ കൗണ്ട് എടുക്കാനുള്ള മെത്തേഡാണ്. അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ്. ഇപ്പൊ നമ്മുടെ സിലബസ് വന്നപ്പോൾ വാക്ക് കുറച്ച് ഇലക്ട്രീവ് പേപ്പർ വരുമ്പോഴേക്ക് കുറച്ച് മാറിപ്പോയിന്നേ ഉള്ളൂ. ഇതിന്റെ പേര് കോവാലന്റ് മോഡൽ എന്നാക്കി. ഇതെന്താണ്, ഇത് അയോണിക് മോഡലാണ്. ആ വ്യത്യാസം മാത്രമല്ല, ഇത് രണ്ടും യാതൊരു വ്യത്യാസമില്ല, ഇക്വലന്റ്. ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ബൈ adding together the adding together the electron present in the outermost shell of the metal ion plus single metal ion plus the electron donated by the ligands. ഇവിടെ ligands പലതും ആരാണ് ഓർഗാനിക് സ്പീഷീസ് ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ, ഇൻക്ലൂഡിങ് കാർബൺ മോണോക്സൈഡ്. ഓർമ്മ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. എന്നാലും അധികം CrCO6 കാർബണൈൽസും നമ്മുടെ സിലബസിലൊക്കെ കാർബണൈൽസും ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഗ്രൂപ്പ് തന്നെ വരുന്നത്. Some authors say that carbonyls may not be considered as organometallic compound, while some other authors say that carbonyls also, because an organometallic compound is a metal with a compound with a metal carbon bond. In all metal carbonyls there is a metal carbon bond, so this compound also can be considered as organometallic compound. ചിലർ പറയും
നിങ്ങൾ പറയും ഇത് ഓർഗാനിക് റാഡിക്കൽ അല്ല, ഓർഗാനിക് സ്പീഷീസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഓർഗാനോ മെറ്റൽ ശരിക്കും ഒരു മെറ്റലും ഒരു ഓർഗാനിക് ഫ്രാഗ്മെന്റും കൂടി മെറ്റൽ കാർബൺ ബോണ്ടിൽ കൂടി യോജിച്ചാലാണ് ശരിക്കും ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആവുന്നത്. മനസ്സിലായില്ലേ? ഏതുപോലെ ഫോർ എക്സാമ്പിൾ BB CH3 4 times or C2H5 4 times ടെട്രാ പറയാം. ടെട്രാ ഈഥൈലേറ്റ് ഇവിടെ ശരിക്കും BB സെന്ററിലും പിന്നെന്താണ് CH2 CH3 ഇതാണ് ഒരു ഈഥൈൽ ഗ്രൂപ്പ്. ഇവിടെയും CH2 CH3 ഇവിടെ CH3 ഇവിടെ CH2 CH3 ഇതൊക്കെ C2H5 4 times C2H5 രണ്ടാമത്തെ C2 മൂന്നാമത്തെ C2H5 നാലാമത്തെ C2H5 ഇവിടെ കറക്റ്റ് ആയിട്ട് മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ട്. ഇതൊരു ഓർഗാനിക് ഫ്രാഗ്മെന്റ് ആണ്, ഇതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഇനിയിപ്പോ ഇത് മെറ്റൽ കാർബൺ ബോണ്ട് പക്ഷേ ഇതൊരു ഓർഗാനിക് ഫ്രാഗ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് some authors say that it is may be excluded from the class of a organometallic compound. But as far as we are concerned, we have to because we are forced to study because these carbonyls are also coming under the ഒരു അടുത്ത യൂണിറ്റ് കംപ്ലീറ്റ് കാർബണൈൽസ് ആണ്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പോൾ മെറ്റൽ കാർബണൈൽസ് നമുക്ക് ഇതിൽ പെടുത്താം. ഞാൻ പറഞ്ഞു വന്നത് ഇതിലുള്ള മെറ്റലിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോൺ കൗണ്ട് നമ്മൾ 18 ആണോ 16 ആണോ എന്നൊക്കെ നോക്കുന്നത് ഈസി ബിക്കോസ് ഇതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇതിപ്പോ ന്യൂട്രൽ ആറ്റം മെത്തേഡ് ആയാലും ഓക്സിഡൈസ് സ്റ്റേറ്റ് മെത്തേഡ് ആയാലും രണ്ടും ഒന്നാണ് ഇവിടെ. കാരണം ഇവിടെ ആർക്കും ചാർജ് ഒന്നുമില്ല. ക്രോമിയം ഈസ് ഇൻ സീറോ ഓക്സിഡൈസ് സ്റ്റേറ്റ്, കാർബൺ മോണോക്സൈഡ് ഓൾസോ ഈസ് ചാർജ്ലെസ്, രണ്ടിനും ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ക്രോമിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? ക്രോമിയം ഈസ് അറ്റോമിക് നമ്പർ 24. So it has a D4s2 or D5s1 it has a 6 electrons in the outermost shell. ക്രോമിയം 26ാമത്തെ വളരെ എളുപ്പമാണ്. 26ാമത്തെ 24ാമത്തെ എലിമെന്റ് ആണ്. 4 രണ്ടും 6 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവും. ക്രോമിയം അറ്റോമിക് നമ്പർ 24. 21 is scandium D1s2. 22 is titanium നമ്മൾ വളരെ പ്രാവശ്യം പറഞ്ഞതാണ് D2s2. 23 is vanadium D3s2. 24 is chromium D4s2 or D5s1. Whatever it may be. Total 6 electrons. Totally 6 electrons are there in the outermost shell of the chromium atom and 6 carbon monoxide. Each carbon monoxide donate 2 pairs of electrons. 2 into 6 is equal to 80. That is 80 electrons. ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡും ഒരേപോലെ യാതൊരു വ്യത്യാസമില്ല. കാരണം ഇന്ന് ചാർജ് ഒന്നുമില്ല സ്പീഷീസ് ആണ്. ഇനി ചാർജ് ഉള്ള സ്പീഷീസ് വരുമ്പോൾ ടേക്ക് അനദർ എക്സാമ്പിൾ. സോ എ വെരി വെൽ നോൺ എക്സാമ്പിൾ ഇവിടെ ഫെറോസീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് FeC5H5 twice ബിസ് സൈക്ലോപെന്റാഡൈനൈൽ അയൺ 2 എന്നാണ് ഇതിന്റെ പേര്. ഈ സൈക്ലോപെന്റാഡൈൻ നമ്മൾ നേരത്തെ സൈക്ലോപെന്റാഡൈൻ സൈക്ലോപെന്റാഡൈൻ ഈസ് ആക്ച്വലി ഇതാണ് സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാർബൺ sp3 ആണ്, ബാക്കിയൊക്കെ കണ്ടാണ് sp2 ആണ്. So there are 2 hydrogens here and the formula is C5H6. This cyclopentadiene neutral molecule and in this complex is C5H5 minus, that is it loses 1 proton and it is converted into C5H5 minus. ഇവിടെ ടോട്ടൽ ഇലക്ട്രോൺസ് 2 4 2 6 ആണ്. ഈ സൈക്ലോപെന്റാഡൈൻ മനസ്സിലായി. സൈക്ലോപെന്റാഡൈൻ വളരെ പ്രധാനപ്പെട്ട ലിഗൻഡ് ആണ്. നമ്മൾ ഓർക്കാൻ പറ്റുന്നത് പല വിധത്തിൽ കോർഡിനേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ കോർഡിനേറ്റ് ടു മെറ്റൽ ലൈക്ക് ദിസ്. ഒരു സിഗ്മ ബോണ്ട് മാത്രം മെറ്റലും കാർബണേറ്റ്, ഏത് കാർബണേറ്റ് sp3 കാർബണേറ്റ്, ഈ ഡബിൾ ബോണ്ട് ഒന്നും യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. ഇങ്ങനെ ഫൈൻഡ് ചെയ്യാം. അത് നമ്മൾ പറയുന്നത് നിങ്ങൾ നേരത്തെ നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് ഓർമ്മ ഉണ്ടാവും. η1 cyclopentadiene, η1 only 1 carbon is connected to the metal. Clearly 1 carbon, it is considered as a metal carbon sigma bond, or it can be considered as a combination of an M plus and C5H5 minus. ഈ രണ്ട് വിധത്തിലും കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത് മെറ്റലും ഈ C5H5 തമ്മിലുള്ള ഒരു സിഗ്മ ബോണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മെറ്റൽ പ്ലസും C5H5 മൈനസുള്ള ഇന്ററാക്ഷൻ ആയിട്ടോ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടെണ്ണമാണ് ഇവിടെ പറഞ്ഞ കോവാലന്റ് മോഡലുമായി ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് എക്സാമ്പിളുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് C5H5 ട്വൈസ് ഇവിടെ എന്താണ്
ഇവിടെ ഞാൻ പറഞ്ഞത് സൈക്ലോപെന്റാഡൈൻ can act as eta 1 or it can act as eta 2 if yes C5H6 എന്നിട്ട് ഒരു ഡബിൾ ബോണ്ട് മാത്രം ഒരു മെറ്റലിലേക്ക് ഇങ്ങനെ വേണേൽ കോർഡിനേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? വേണമെങ്കിൽ രണ്ട് ഡബിൾ ബോണ്ട് കോർഡിനേറ്റ് ചെയ്യാം. ഇതിന് യാതൊരു വിധത്തിലും ബാധകമാണ്. അല്ലെ എല്ലാം കൂടി ഈ കാർബൺ അടക്കം കോർഡിനേറ്റ് ചെയ്യാം. 5 കാർബൺ, ഇതിപ്പോ 2 കാർബൺ, 4 കാർബൺ, ഇവിടെ 3 കാർബൺ ആവാം. അതായത് പല വിധത്തിലും കോർഡിനേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ഐഡിയ മനസ്സിലാക്കണം. ഒരു ഡബിൾ ബോണ്ട് ആണ് നിർത്തിക്കൊണ്ട് ഈ 3 കാർബൺ ആറ്റത്തിനെ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം. ഇങ്ങനെ ദിസ് ഈസ് 1 2 3 കാർബൺ ആറ്റംസ് ഇങ്ങനെ വരച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഇത് ഈറ്റ 3 ആണ്. ഈറ്റ 3 സൈക്ലോപെന്റാഡൈൻ. ഇത് ഈറ്റ 1 ആണ്, ഇത് ഈറ്റ 3 ആണ്, മറ്റേത് ഈറ്റ 5 ആണ്. ഈറ്റ 5 ആണ് പൊറോസിയനിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ C5H5 നമ്മൾ പറഞ്ഞു വന്നത് മാറിപ്പോയി. പറഞ്ഞു വന്നത് എന്താണ്? ഈ C5H അയഡിക് മോഡലും കോവാലന്റ് മോഡലും അല്ലെങ്കിൽ എന്താണ് അയഡിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് മെത്തേഡ്, ഇത് ന്യൂട്രൽ ആറ്റം മെത്തേഡ്. ഇതിന് നമുക്ക് രണ്ട് വിധത്തിൽ കാണാം. ഒന്നുകിൽ ഒരു അയൺ ആറ്റവും രണ്ട് C5H5 ഗ്രൂപ്പുകളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയിട്ട് കാണാം ഇൻ ദി ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഓർ ദി കോവാലന്റ് മോഡൽ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഇതിന് ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? ഇതിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അയൺ ആറ്റം, ഇതൊരു C5H5 ഗ്രൂപ്പ്. ദിസ് ഈസ് കൺസിഡർഡ് ആസ് എ 5 ഇലക്ട്രോൺ ഡോണർ. 5 ഇലക്ട്രോൺ ഡോണർ ആയിട്ട് 6 അല്ല, അതാണ് പ്രത്യേകത. 5 ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ഇങ്ങനെ കാണാം. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് iron has a iron is atomic number 26, so it plus 6 plus 2 8 electron. 26 number D6 ആയിരിക്കും. D6S2 8 electrons from the part of iron and a 10 C5H വേണ്ടി 2 into 5 is equal to 10 electrons from the part of a C5H5. 10 plus 8 is equal to 18 എന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് തന്നെ നമുക്ക് വേറെ രൂപത്തിൽ കാണാം. Fe2+ and C5H5 minus. രണ്ട് C5H5 നേരത്തെ നമ്മൾ കണ്ട പോലെ രണ്ട് C5H5 മൈനസ് ഗ്രൂപ്പും ഒരു Fe2+ ഇവിടെ ഇന്ററാക്ഷൻ ആയിട്ട് കാണുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ രണ്ടെണ്ണം കുറഞ്ഞു. യു കൻ സീ ദാറ്റ് ഇറ്റ് ഈസ് അപ്പോൾ C5H5 മൈനസ് എന്ന ഗ്രൂപ്പ് ഈസ് എ 6 ഇലക്ട്രോൺ ഡോണർ. ഈ C5H5 മൈനസ് എന്നുള്ള മൈനസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇലക്ട്രോൺസ്. ഈ 2 ഇലക്ട്രോൺസ് എങ്ങനെ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാം, ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ആവശ്യമാണെന്ന് തോന്നില്ല. എന്നാലും ഈ സ്പീഷീസിൽ ഇവിടെ നേരത്തെ സൈക്ലോപെന്റാഡൈൻ ആണെങ്കിൽ യെസ് ഇതാണ് സൈക്ലോപെന്റാഡൈൻ C5H6 ആണ്. ആൻഡ് ഇറ്റ് loses a proton. ഒരു acidic reaction ആണ്. It loses a proton, that is H+ is removed. That means the electron pair that forms the bond between the carbon and the removed hydrogen, that is 2 electrons. 2 electrons അവിടെ. ഈ രണ്ടും 6 ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ ആയിട്ട് കാണാം. അപ്പോഴാണ് C5H5 മൈനസ് is a 6 ഇലക്ട്രോൺ ഡോണർ. അങ്ങനെ കാണാം. അല്ലെ നമുക്ക് 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ചാർജ് ഇല്ലാണ്ട് കാണാം. അപ്പോൾ ഇവിടെ ചാർജ് ഇല്ലാണ്ട് കണ്ടാൽ അയൺ 2+ അയൺ ആറ്റമാണ്. 8 ഇലക്ട്രോൺ 8 10 18. ഇവിടെയാണെങ്കിലോ അയൺ 2+ ആണ്. അപ്പൊ 6 ഇലക്ട്രോൺ ഉണ്ടാവും. പക്ഷെ 2 C5H5 2 into 6 again that is 18. So this is the oxidation state method or in our new terminology ionic model, and this is a neutral atom method. The new terminology it is a covalent model. പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക്? വേറെ എക്സാമ്പിൾ പറയാം. MnCO5Cl. ഈ എക്സാമ്പിൾ നമ്മൾ നേരത്തെ അല്പം പറഞ്ഞിട്ടുണ്ട് ആദ്യം കഴിഞ്ഞ തേർഡ് സെമ്മിൽ. കുഴപ്പമൊന്നുമില്ല. MnCO5Cl എന്നുള്ള സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് കാർബോണോസിനെ സംബന്ധിച്ചുള്ള എപ്പോഴും അത് ന്യൂട്രൽ തന്നെയാണ്. ഈ ലിഗൻഡ് എന്താണ്? ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദി കോമ്പിനേഷൻ ഓഫ് Mn+
plus 5CO plus 1Cl minus. Isn't it? Chloride ആണ് ഇവിടുത്തെ ലിഗൻഡ്. ക്ലോറൈഡ് ലിഗൻഡ് ആയിട്ട് അതിനെ കാണാം. മനസ്സിലായില്ലേ? ക്ലോറൈഡ് ലിഗൻഡ് അങ്ങനെയുള്ള നെഗറ്റീവ് ചാർജ് വേണം. നെഗറ്റീവ് ചാർജ് എന്തെങ്കിലും ഇവിടെ എന്ത് വേണം? അവിടെ പോസിറ്റീവ്. കാരണം ഇത് മൊത്തം മോളിക്യൂൾ ന്യൂട്രലായിട്ട് കാണുന്നു. നമ്മൾ അതിനോട് ചാർജ് ഒന്നും കാണുന്നില്ല എന്നർത്ഥം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് വൺ പോസിറ്റീവ് കൂടെ പോകണം. അതാണ് Mn പ്ലസ് 5CO Cl മൈനസ്. അല്ലെങ്കിലോ ഒരു മാംഗനീസ് ആറ്റം പിന്നെ 5 കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ഒരു ക്ലോറിൻ ആറ്റം ഇതുമായിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് കാണാം. സിഗ്മ ബോണ്ട് ഒരു കോവാലന്റ് ബോണ്ട് എന്നാണ്. അപ്പൊ ഇതിനോട് ചാർജ് ഇല്ല. ക്ലോറിൻ ആറ്റം combined with manganese as in the form of an MnCl covalent bond. One electron comes from manganese, one electron comes from chlorine. പറയുന്നത് മനസ്സിലാണെങ്കിൽ അപ്പോൾ അവിടെ എന്താണ്? അവിടെ മാംഗനീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 0 തന്നെയാണ്. ദാറ്റ് ഈസ് we are considering the MnCl bond as a covalent bond. That's a covalent bond. Whereas we are considering here as an ionic bond. എങ്ങനെ കൂട്ടിയാലും ഇലക്ട്രോൺ ആണ് തുല്യമായിരിക്കും. കാരണം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ മാംഗനീസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മാംഗനീസ് പ്ലസിന്റെ ഇലക്ട്രോൺസിലുള്ള മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. 25 ആകുമ്പോൾ 5 + 2 7. ശ്രദ്ധിക്കുക, 25 ആകുമ്പോൾ D5 ആണ്. S2 ഉണ്ടാവും. 5 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺസ് ഓൺ ദി പാർട്ട് ഓഫ് മാംഗനീസ്. 10 electrons from 5 carbon monoxide and 7 ഉണ്ടാവില്ല. Mn പ്ലസ് ആകുമ്പോൾ എത്രയായത്? 6 ആയി. മാംഗനീസിനാണ് 7, D5S2. Mn plus only 6 electrons. Okay, plus 10 electrons from the part of 5 carbon monoxide molecules and 2 electrons from chloride, and we can say that 6 plus 10 plus 2 is equal to 18 is the electron count of MnCO5Cl. Whereas if you apply the other method, that is the oxidation state method or ionic model, we can see it is a ionic model is neutral atom method or the covalent model. You can say that the manganese has a 7 electrons, 5 carbon monoxide molecules have 10 electrons and the chlorine give only 1 electron. നമ്മളിപ്പോൾ നോക്കുന്ന അവസാനം കണക്കൂട്ടുന്നവരാണ് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് മുകളിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ ടോട്ടൽ എണ്ണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ 7 നേരത്തെ ഉണ്ട്. ക്ലോറിൻ ആയിട്ടുള്ള ഒരു കോവാലന്റ് മോഡലിൽ കൂടി ഒരെണ്ണം കൂടുതൽ, ഒറ്റ ഒരെണ്ണം കൂടുതൽ കിട്ടി. മനസ്സിലായില്ലേ? ക്ലോറൈഡുമായിട്ട് ആണിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ 2 കിട്ടിയ പക്ഷെ അതെന്താണ്? Mn പ്ലസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ 7 10 17 1 18 ഇവിടെ 6 10 ഉണ്ട്. ദിസ് ഈസ് ദ അയോണിക് മോഡൽ or in our former terminology the oxidation state method, and this is the covalent model or in our former terminology the neutral atom method or the covalent model, oxidation state method or the ionic model. രണ്ട് സംഗതി എങ്ങനെ നോക്കിയാലും എണ്ണം നമുക്കൊന്ന് കാരണം മാറാൻ പാടില്ല. രണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്താലും ഒരേ എണ്ണം തന്നെ കിട്ടണം. Can apply either of this and you can see that the total electron count in the outermost shell of the metal comes to 18. അത് 3D-യിലായാലും 4D-യിലായാലും 5D-യിലായാലും 18 തന്നെയാണ്. ശ്രദ്ധിക്കുക. മറ്റേ നമുക്ക് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ആകുമ്പോൾ 3D-യിലാകുമ്പോഴേ അത് 36, 4D-യിലാകുമ്പോൾ അത് 54, 5D-യിലാകുമ്പോൾ അത് 86 ഒക്കെ മാറും. അത് ടോട്ടൽ മൊത്തം ഇലക്ട്രോൺസ് ആണ്. ഇതിലൂടെ നമ്മൾ പറയുമ്പോൾ ഈ കേസിലൊക്കെ പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് S2 P6 D10 എന്നുള്ള കോൺസെപ്റ്റിലാണ് ശരിക്കും വരുന്നത്. 16 18 കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഐഡന്റിക്കൽ വിത്ത് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ഇനർട്ട് ഗ്യാസ്. അപ്പോൾ ഏത് ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ്. അടുത്ത നമുക്കറിയാം ഇനർട്ട് ഗ്യാസ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. Inert gases are not so inert as they were thought of once. Once it was thought that inert gases as helium, neon, krypton, etc. cannot and will not take place in any chemical reaction. They always remain unreactive. That's why they were called inert. Later it was found that they are not so inert and at least some of them like xenon and up to a certain extent krypton can form certain compounds. Xenon forms a large number of compounds. Krypton forms as few compounds and they are somewhat reactive, but of course they are not as reactive as any element of any other group, so that they are considered noble. ഉള്ളതിൽ വെച്ച് വളരെ നോബിളാണ്. പക്ഷെ എന്തെല്ലാം ഇനർട്ട് എല്ലാം കൊണ്ട് നമ്മൾ നോബിൾ ഗ്യാസ് എന്നുള്ളതാണ് ശരിയായ. ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു പേരല്ല, പറയാറുണ്ടെങ്കിലും ഇപ്പൊ അത് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ഇനർട്ട് എന്നല്ല, നോബിൾ എന്ന് പറയാം. ഓക്കെ, അവിടെ ഇപ്പൊ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തുന്ന ഈ 18 എന്ന് പറഞ്ഞാൽ പോയിന്റ്. ഇപ്പൊ 18. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ വേറൊരു കേസ് വരുന്നത് നമുക്കറിയാം മെറ്റൽ ബോണ്ട് വരുമ്പോഴാണ്. ഇതേപോലത്തെ സാധനമാണ് ഇതൊക്കെ കാണും വളരെ പെട്ടെന്ന് മനസ്സിലാണ്ട്. കാരണം ഇവിടെ
മാംഗനീസ് ഈ കേസിൽ ഒരു ക്ലോറിനുമായിട്ട് ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാക്കി, മറ്റേ കേസിൽ ഒരു വേറൊരു മാംഗനീസുമായിട്ട് ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാക്കി. രണ്ട് ക്ലോറിനുമായിട്ട് ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാക്കിയാലും വേറൊരു മാംഗനീസുമായിട്ട് കോവലന്റ് ബോണ്ട് ഉണ്ടാക്കിയാലും അതിനൊരു ഇലക്ട്രോണിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കാരണം ഈ രണ്ടിൽ ഒന്ന് നേരത്തെ ഇയാളെ സ്വന്തമായിട്ടുള്ളതാണ്. ഈ രണ്ട് ഇലക്ട്രോൺസിൽ ഒന്ന് ഇയാളതാണ്. സ്വാഭാവികമായിട്ടും ഒന്ന് മാത്രമേ ഈ ഒന്ന് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. മനസ്സിലായില്ലേ? ഷെയറിംഗ്, അതാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. You can see that each of the manganese, you can see that this is 7 electrons plus 10 electron plus 1 electron from the metal bond. So from one metal bond the metal atom gains 1 electron. ഇത് നമ്മള് കോവാലന്റ് ബോണ്ട്, കോവാലന്റ് ഇന്ററാക്ഷനോ അയോണിക് ഇന്ററാക്ഷനോ നോക്കുന്ന രണ്ട് മെറ്റൽ ഒരുപോലെയാണ്. അപ്പോൾ ഒരു കോവാലന്റ് ബോണ്ടായിട്ട് കണ്ടാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? So we can see that 7 plus 10 plus 1 that is 18 for this manganese, also 18 for this manganese. ഇനിയിപ്പോ ടോട്ടൽ ഒന്നിച്ച് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ 2 മാംഗനീസ് ഉണ്ട്. 2 മാംഗനീസിന് 14, 10 കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അത് 20, ഒരു MN ബോണ്ട് ഉണ്ട്. അന്നേരം എത്ര കൂട്ടുക? 2. ഒരു മെറ്റൽ ബോണ്ട് ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ടില് 2 ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഓരോ മെറ്റലിലും ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ 2 മെറ്റലിനും കൂടി 2 ഇലക്ട്രോൺ കൂടുതൽ കിട്ടിയ പോലെ തോന്നും. സോ വി കൻ സീ ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് കംസ് 14 plus 20 plus 2 is equal to 36, and 36 divided, there are 2 metals, 36 divided by 2 again comes to 80. അപ്പോൾ ഇത് പല വിധത്തിൽ നമുക്ക് ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഇലക്ട്രോൺ കൗണ്ട് എടുക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ 18 കിട്ടും. വ്യത്യാസമൊന്നും വരില്ല. വ്യത്യാസം വരുന്ന കേസ് വളരെ റെയറാണ്. പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒന്നുകൂടി ഓർമ്മിക്കാൻ. അപ്പോൾ നമ്മുടെ 2 മെത്തേഡ്, ന്യൂട്രൽ ആറ്റം മെത്തേഡ് ആൻഡ് ഓക്സിഡേഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇപ്പൊ അതിന്റെ പേര് മാറ്റപ്പെട്ടത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ മാറിയുന്നല്ല, നമ്മൾ സിലബസ് ഈ ഭാഗത്തും അങ്ങനത്തെ പേര് വന്നതേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഇയറിന് ആ പേര് പഠിക്കും, സെക്കൻഡ് ഇയറിന് തേർഡ് സെമിന് ആ പേര് പഠിക്കും, ഫോർത്ത് സെമിന് ഈ പേര് പഠിക്കും. എന്നുള്ള സംഗതി രണ്ടും തന്നെയാണ്. ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഈസ് ദി കോവാലന്റ് മോഡൽ ആൻഡ് ദ ഓക്സിഡേഷൻ മെത്തേഡ് ഈസ് ദ അയോണിക് മോഡൽ. Whenever you take the electron bond, you will have to take into consideration a lot of points. ഒരുപാട് പോയിന്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. അത് ഓരോരോ എക്സാമ്പിൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നേരത്തെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആ പഴയ ക്ലാസ്സൊക്കെ ഒന്ന് എടുത്തൊരിക്കും. പഴയ ക്ലാസ് പോയിട്ട് പുതിയ തന്നെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പഴയ ക്ലാസ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസിഫിക്കേഷനും നമുക്ക് ഇത്രയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? And suppose you have a compound like this Fe. Sorry. See. So if you are asked to calculate the total electron count of iron in the outermost shell, you can see that it is eta 6 5 means yes, it is a 6 electron donor, and eta 3 means it is a 3 electron donor. Eta 6 eta 5 ആണ്, sorry. Eta 6 5 കാർബൺ 6 ഒരിക്കൽ വരും. Eta 5. അപ്പോൾ eta 5 C5H5 is a 5 electron donor, eta 3 C5H5 is a 3 electron donor, eta 1 C5H5 is a 1 electron donor. eta 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. eta 1 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലൊരു ചിത്രം കാണണം എപ്പോഴും കേട്ടോ. നമ്മൾ ഇങ്ങനെ ബൈക്കാട്ട് പഠിച്ചേക്കുന്ന പോലെയല്ല, ചിലപ്പോൾ ചിത്രമാണ് വരിക. Fe ഇത് eta 1 ആണ്. അതിന് പകരം Fe എന്താണ്? അത് ഇത് eta 1 ആണ്, ഇത് eta 3 ആണ്, ഇത് എന്താണ്? eta 6 ആണ്. eta 1 ആണ്, eta 3 ആണ്, 6 എന്ന് അറിയണം. 6 ആയി. ഇപ്പം eta 5 ആണ്. This is a 1 electron donor, this is a 3 electron donor, and this is a 6 electron donor. 5 electron donor ആണ്. C5H5 മൈനസ് ഇത് C5H5 മൈനസ് നമ്മൾ അയോണിക് മോഡൽ എടുക്കുമ്പോൾ 6 ഇലക്ട്രോൺ ഡോണർ ആവും.
ഇത് 4 ഇലക്ട്രോൺ ഡോണർ ആവും, ഇത് 2 ഇലക്ട്രോൺ ഡോണർ ആവും. പറയുന്നത് മനസ്സിലുണ്ടോ?